ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചോറ് കൊണ്ട് ഒരു വട. നല്ല ടേസ്റ്റുള്ള ഈ വട നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml ഒരു ഗ്ലാസ് ചോറാണ്. ഇത് നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഈ ചോറ് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ ചോറിൻ്റെ വേവ് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് 3 ടേബിൾ സ്പൂൺ ഒഴിക്കേണ്ടി വരും, ചിലർക്ക് 4 ടേബിൾ സ്പൂൺ ഒഴിക്കേണ്ടി വരും. അതൊക്കെ നോക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ചോറിൻ്റെ വേവ് അനുസരിച്ചിരിക്കും അതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഇതേപോലെ അരച്ചെടുക്കാം. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇതെല്ലാം നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചേർക്കേണ്ടത് ഒരു അല്പം മാത്രം മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മാത്രം കായത്തിൻ്റെ പൗഡർ, അതൊരല്പം മാത്രം ചേർക്കാവൂ. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കിച്ചണിൽ. ആ കായത്തിൻ്റെ ആ സ്മെല്ലും മല്ലിയിലയും ഒക്കെ കൂടി ചേർന്നിട്ടേ അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മളുടെ എടുത്തിരിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റാണ്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളുടെ മാവ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ചോറ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വട ഉണ്ടാക്കിയാൽ വളരെ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന വടയ്ക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും, ഉൾഭാഗം സോഫ്റ്റായിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഇപ്പോൾ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല, അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ആ അരിപ്പൊടിയൊക്കെ ഇട്ടേക്കണതിൻ്റെ പേരിൽ അതെല്ലാം കൂടി ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് വട ആക്കിയെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എളുപ്പ വഴി ഞാനൊന്ന് കാട്ടിത്തരാം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അതിനായിട്ട് ഒരു കയ്യിലും നമ്മുടെ കൈയും ഒന്ന് നനച്ചെടുക്കുക. അതിനുശേഷം ഒരു ബോൾ പോലെ കുറച്ച് മാവ് എടുക്കുക. അത് നമ്മൾ ഈ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മിഡിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം വീണ്ടും കൈയൊന്ന് നനച്ചതിന് ശേഷം മാത്രം അതിൽ നിന്ന് എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഓരോന്നും നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കുഴിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ കൈ നനച്ചിട്ട് വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ മിഡിലിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾക്ക് അതിൽ നിന്ന് കൈ ഒന്നും കൂടി നനച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. ആക്കിയില്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് ഒരു ബ്രൗൺ കളറായും ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കുക, ഒരു ലോ ടു മീഡിയം ഫ്ലെയിം. ഇതേപോലെ ഒരു കയ്യിൽ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്.
കൈയും ഈ കയ്യിലും ഒന്ന് നനയ്ക്കണം എന്നേ ഉള്ളൂ. നല്ല എത്ര സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയേ. അത് അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഈ ഗോൾഡൻ കളറ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല കറക്റ്റ് പാകമാണ് നമ്മൾക്ക്. കണ്ട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറ്. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടും ഉണ്ടാവും. ഇപ്പോൾ രണ്ട് വശങ്ങളും നല്ല ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. കിച്ചണിൽ നല്ല വാസനയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമുക്ക് എല്ലാ വടകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അരിപ്പൊടി ചേർത്തതുകൊണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അത്രയും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.